MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding My MK Fabrics MK Road Kollam Signature Groom and Bride opposite Shangas Hospital Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം തിന്മ നിറഞ്ഞ ഈ ദുനിയാവിലെന്നും നന്മതൻ വാതിൽ തുറന്നിടണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ പാപമെല്ലാം മാറ്റി സലാമത്തേകണേ നാഥ. ഹൃദയത്തിൻ നോവുകൾ കാണുന്ന ഫർഹാനെ പാപമെല്ലാം മാറ്റി സലാമത്തേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ റംളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹ്വിൻ കാരുണ്യം ചൊരിയും റംളാൻ മാസം രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ കേരളത്തിൻ്റെ അഭിമാനമായ ദ വോയിസ് ഓഫ് ദ യൂത്ത് അൽ ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരമാണ് MK ഫാബ്രിക്സിൻ്റെ ഈ വർഷത്തെ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ നോമ്പ് ഞാൻ നിങ്ങളും പിടിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിടിച്ച നോമ്പും നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ജയ് ഹിന്ദ് ചാനലും അതിൻ്റെ അണിയറ പ്രവർത്തകരും സംഘടിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ റമളാനിനോട് അനുബന്ധിച്ച് അൽഹംദുലില്ലാ ചാനലിലൂടെ ജനങ്ങളിലേക്ക് ഒരു ദഅവത്ത് ചെയ്യാനുള്ള അവരുടെ ആ ഒരു പരിശ്രമമാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. MK ഫാബ്രിക്സിൻ്റെ അൽ ബയാൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്
അൽഹംദുലില്ലാ നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും അല്ലാഹു അവരുടെ ബിസിനസ്സിലൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും അൽഹംദുലില്ലാ ഇന്നലെ നാം ഒരു അറിവ് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത 3 വസിയ്യത്തുകൾ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാനുള്ളതാണ്. അള്ളാഹു 10 ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കരുണ ചോദിച്ചു വാങ്ങാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടതെല്ലാം ഈ ലോകത്തിൻ്റെ അധിപനായ കാരുണ്യവാനായ അള്ളാഹുവിനോട് നിനക്കെന്താണോ വേണ്ടത് അത് മുഴുവനും ചോദിച്ച് വാങ്ങി നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് 10 ദിവസം തന്നിരിക്കുന്നു. ആ 10 ദിവസത്തിൽ ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ നോമ്പ് പിടിച്ചു. അതിൻ്റെ പകലിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മസ്ജിദുൻ നബവിയിലിരിക്കുകയാണ്. തൻ്റെ മുമ്പിൽ ഒരുപാട് സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ അവിടുത്തെ അനുചരന്മാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കും, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ സഹാബത്ത് മുഴുവനും നബിതങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, ഞാൻ നിങ്ങൾക്കൊരറിവ് പറഞ്ഞു തരാം. ആ അറിവ് നിങ്ങൾ കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും വേണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ വളരെ ഗൗരവത്തോട് ആ ഹദീസ് നബിതങ്ങൾ പറയുമ്പോൾ വളരെ ഗൗരവത്തോടാണ് പറയുന്നത്. എന്താണ് നബിതങ്ങൾ പറയുന്നത്? ഒരു കാര്യം പറഞ്ഞു തരുന്നു, അത് കേൾക്കുന്നു. അതങ്ങനല്ല. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരറിവ് പറഞ്ഞു തരാം, പക്ഷേ ആ അറിവ് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ചെയ്യണം. ആ ചെയ്താൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതിന് ആരാണ് തയ്യാറുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സഹാബത്തിനോട് ചോദിക്കുമ്പോൾ ഒരാൾ പോലും അനങ്ങണില്ല, ഒരാൾ പോലും മിണ്ടുന്നില്ല. കാരണം വല്ലാത്തൊരു ഭയം അവർക്ക്. കാരണം നബിതങ്ങൾ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്കൊരു ഭയം, പടച്ചവനെ അള്ളാഹുവെ നബിതങ്ങൾ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ വീഴ്ച വന്നു പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. നബിതങ്ങളുടെ ഒരു വാക്കല്ലേ. അപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു പേടി. അങ്ങനെ എല്ലാവരും മിണ്ടാതിരിക്കുകയാ. പരസ്പരം സഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ ആ ഒരു ചോദ്യത്തെ ഏറ്റെടുക്കാൻ ആ സ്വഹാബി തയ്യാറായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയെ, ഞാൻ ആ കാര്യത്തിന് തയ്യാറാണ് നബിയെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. അവിടെ നിന്ന് കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പടച്ചവന്റെ ഇൽമിനോട് വല്ലാത്ത സ്നേഹമുള്ള സ്വഹാബി. ഏത് ഹദീസിന്റെ ഗ്രന്ഥം എടുത്തു നോക്കിയാലും മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുകളില്ലാത്ത ഹദീസുകളില്ല, ഒരു കിതാബുകളും നമുക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം ഹദീസ് നിവേദനം ചെയ്ത ഇൽമിനോട് വല്ലാത്ത സ്നേഹം, ഇൽമ പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്. അള്ളാഹുവെ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തത് 5 ഉപദേശങ്ങളാണ്. ഇത് നീ കേൾക്കുകയും നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുകയും ഇത് മറ്റുള്ളവർക്ക് നീ പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ പറയുന്ന കാര്യങ്ങൾ നീ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ നീ രക്ഷപ്പെട്ടു, നിനക്ക് വിജയമുണ്ട്, നിനക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയും. അൽഹംദുലില്ലാ, നീ ഭാഗ്യവാനാണ്.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് 5 ഉപദേശങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയം വളരെ കുറവാണ്. ഇതൊരു വഅദോ മറ്റുള്ള കാര്യമല്ല, ഇതൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ കൂടുതൽ വിശദീകരിക്കാതെ ആ 5 കാര്യങ്ങളും ഒരു ഹദീസ് നമുക്കിന്ന് പഠിക്കണം. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു തരാം. എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് കേൾക്കുവാനും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇത്തഖിൽ മഹാരിമ തക്കുൻ അഅ്ബദുന്നാസ്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം, അബൂ ഹുറൈറ, നീ ഹറാമിനെ സൂക്ഷിക്ക്, നീ ഹറാമുകളെ നീ സൂക്ഷിക്ക്. ഹറാമുകളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തക്കുൻ അഅ്ബദുന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ ആബിദ് നീയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആബിദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് രാവും പകലും നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഒരുപാട് സദക്ക കൊടുക്കുന്നു, അതൊന്നുമല്ല കാര്യം. നബിതങ്ങൾ പറയുന്നു, ആബിദ് എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമുകളിൽ തൊട്ട് ഹറാമുകളിൽ നിന്നൊഴിയുക, ഹറാമുകളെ സൂക്ഷിക്കുക. ഹറാമ് കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന. കണ്ണിന് വ്യഭിചാരം, കണ്ണുകൊണ്ട് കാണുന്നത് വ്യഭിചാരം, ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം, നാവ് കൊണ്ട് പറയുന്നത് നാവിൻ്റെ വ്യഭിചാരം, കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരം, കാലുകൊണ്ട് നടന്നു പോകുന്നത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് നടക്കുന്നത്, അത് പാപം. എന്തിനാ? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപം. ഹറാമുകളിൽ നിന്ന് നമുക്ക് ഒഴിയാൻ കഴിയണം. അത് കാണലാണെങ്കിലും കേൾക്കലാണെങ്കിലും പറയലാണെങ്കിലും തൊടലാണെങ്കിലും നടക്കലാണെങ്കിലും ചിന്തിക്കലാണെങ്കിലും. പരിശുദ്ധമായ റമളാൻ മാസം, ഈ വിശുദ്ധമായ റമളാനിൽ നമുക്ക് ഹറാമുകൾ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ അധപ്പതനത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസം കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ വാതിലടച്ചു, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ലോകത്തുള്ള സർവ്വ ഇബ്ലീസുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കാം. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുന്ന ഈ റമളാൻ മാസത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ എത്രത്തോളം കാഠിന്യമുള്ളതാ. നമ്മുടെ മനസ്സത്രയും മോശമായി പോകുന്നുണ്ടെങ്കിൽ ഈ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിട്ട് സിനിമ കാണുന്നു സമയം പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പാട്ട് കേൾക്കുന്നു, വൃത്തികേടുകൾ സംസാരിക്കുന്നു, പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിബിധങ്ങൾ പറയുകയാ, ലോകത്തിലെ ഏറ്റവും വലിയ, ജനങ്ങളിലെ ഏറ്റവും വലിയ ആബിദ് രാവും പകലും നിസ്കരിച്ച് നടക്കുന്നവനല്ല, കയ്യിൽ തസ്ബീഹും പിടിച്ച് ഇങ്ങനെ ദിക്ർ പറഞ്ഞ് നടക്കുന്ന ആളല്ല, സദക്ക കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്നവരല്ല. ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുക. ഹറാമ് കാണുന്നതിനും ഹറാമ് കേൾക്കുന്നതും ഹറാമ് പറയുന്നതും എല്ലാ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ജനങ്ങളിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ നാവുകൾ ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഹറാമുകൾ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവിന് നമുക്ക് സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ നമ്മളുടെ നോമ്പിൻ്റെ പ്രതിഫലം മറ്റു പലരും കൊണ്ടുപോകും. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിന്റെ നോമ്പിൻ്റെ പ്രതിഫലം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാ. ആ ഒരവസ്ഥ വരരുത്. ഹറാമ് കാണുന്നത് ചെറിയ പാപമായി കാണരുത്. നമ്മളുടെ ആക്കിബത്ത് പോലും മോശമായി പോകുന്ന ഒരു പാപമാണ് ഹറാമ് കാണുന്നത്. അത്രത്തോളം ഗൗരവത്തിൽ, ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആ അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞുകൊടുത്ത രണ്ടാമത്തെ അറിവ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷ്മത പുലർത്തേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതി വെച്ചതുപോലെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞത് വറല്ല ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല, ഏറ്റവും വലിയ സമ്പന്നൻ സമ്പത്തുള്ളവനല്ല. നബിതങ്ങൾ പറയുന്നു അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ചെറിയ വീടാണ്, അൽഹംദുലില്ലാ, ചെറിയ ജോലിയാണ്, ചെറിയ വാഹനമാണ്, ചെറിയ സാലറിയാണ്, അൽഹംദുലില്ലാ, അള്ളാഹ് നമുക്കതെങ്കിലും നൽകിയല്ലോ. എത്രയോ കിട്ടുന്നവൻ, എത്രയോ ഉള്ളവനും വീണ്ടും വീണ്ടും കൂട്ടണമെന്നുള്ള ആഗ്രഹമാണ്. നമുക്കാരോടും വൈരാഗ്യമോ വാശിയോ വിദ്വേഷമോ നമുക്കൊന്നുമില്ല. അവൻ അള്ളാഹു കൊടുത്തത് കണ്ട അസൂയപ്പെടലില്ല. അള്ളാഹ് എനിക്ക് നൽകിയല്ലോ. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ വീടാണെങ്കിലും, ചെറിയ ഭക്ഷണമാണെങ്കിലും, ചെറിയ സൗകര്യമാണെങ്കിലും, അൽഹംദുലില്ലാ, അതിനകത്തൊരു ജീവിതം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരും വീടിനകത്ത് തീ പുകയാത്ത മാസങ്ങളോളം നബി തങ്ങളുടെ വീട്ടിൽ തീ പുകഞ്ഞില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പച്ചില പറിച്ച് കഴിച്ചിട്ട് നടന്നല്ലോ. എന്നിട്ടും ഇവിടെ സ്നേഹമുണ്ടായിരുന്നില്ലേ? സന്തോഷമുണ്ടായിരുന്നില്ലേ? ആ ഒരു കുടിലിനകത്തായിരുന്നല്ലോ എല്ലാം. എന്തിനാ നമ്മൾ 1400 കൊല്ലം മുമ്പ് പോകുന്നത്? എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു ചെറിയ വീടുണ്ടല്ലോ, AC ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, വലിയ ഒന്നുമില്ല. അൽഹംദുലില്ലാ, ഒരു ഓടിട്ട അല്ലെങ്കിൽ ഒരു ചെറിയ ഷെഡിനകത്താ ഞാനും നിങ്ങളും ജനിച്ചതും. അൽഹംദുലില്ലാ, നമ്മൾ കുടുംബസമേതം അവിടെ കഴിഞ്ഞതും. അവിടെ വാപ്പയും ഉമ്മയും തമ്മിലടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടപ്പറപ്പുകൾ തമ്മിൽ വൈരാഗ്യമില്ല. ജ്യേഷ്ഠൻ്റെ ഭാര്യ അനുജൻ്റെ ഭാര്യയും തമ്മിൽ തല്ലുകളില്ല. അവിടെ സ്നേഹബന്ധമുണ്ടായിരുന്നു, അവിടെ ബർക്കത്തുണ്ടായിരുന്നു, അവിടെ സൗഹാർദ്ദമുണ്ടായിരുന്നു. കൂടപ്പറപ്പുകൾ തമ്മിലുള്ള മഹത്വവും വിലയും നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച വീടിൻ്റെ അകത്ത് അതില്ലാതെ പോകുന്നു. ആ കൊടിയിൽ പോയി താഴെ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങുമ്പോൾ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സാണ് നമുക്ക് നേരെയാക്കേണ്ടത്. നബിതങ്ങൾ പറഞ്ഞത്, നിന്റെ ആഗ്രഹം മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എടോ, നബിതങ്ങൾ പറഞ്ഞത്, ആദമിൻ്റെ സന്താനത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വർണത്തിൻ്റെ മല തന്നെ, ഒരു വാദി തന്നെ, ഒരു സ്വർണ്ണമല അള്ളാഹു അവന് കൊടുത്തു. തൃപ്തിപ്പെടുന്നില്ല, അവന് തികയുന്നില്ല. അവൻ പറയുന്നത്, അടുത്ത ഒന്നുകൂടെ വേണം പടച്ചവനെ. ഒരു സ്വർണ്ണമല മുഴുവനും കിട്ടിയാൽ എനിക്കിത് അള്ളാഹു തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുന്നില്ല. ഇനി ഒരു മല കൂടി എനിക്ക് വേണം, അത് കിട്ടിയാലോ അവ അടുത്തത് ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ആദമിൻ്റെ സന്താനങ്ങളുടെ ആഗ്രഹം അത് കബറിലെ മണ്ണ് കൊണ്ടല്ലാതെ തീരൂല. കബറിലെ മണ്ണ് കൊണ്ട് അവൻ്റെ കബളിൽ ആ മണ്ണ് പറ്റുന്നതല്ലാതെ അവൻ്റെ ആഗ്രഹം അവസാനിക്കാറില്ല. അത്രത്തോളം മനുഷ്യൻ ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ മുകളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, താഴേക്ക് ചിന്തിക്ക്. കയറിക്കിടക്കാൻ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു ഒരു വീട് തന്നു. വാടക വീട്ടിൽ കിടക്കുന്നവനെ നീ നോക്ക്. ആ വാടക വീട്ടിൽ കിടക്കുന്ന നീ ചിന്തിക്കണം, കടത്തിണ്ണയിൽ കിടക്കുന്നവനിലേക്ക് നോക്ക്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും താഴേക്ക് നോക്ക്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നമ്മളങ്ങോട്ട് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയും, അൽഹംദുലില്ലാ പറയാൻ കഴിയും. റബ്ബെനിക്ക് തന്നല്ലോ. ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നബിതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഏറ്റവും വലിയ സമ്പന്നനാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitragar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നബിതങ്ങൾ മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, വാഹിസൻ, നിന്റെ അയൽവാസിയോട് നീ നല്ല രീതിയിൽ പെരുമാറിയാൽ നീ മുഅ്മിനാകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാ മുഅ്മിൻ. യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറണം. അവരെ ദ്രോഹിക്കലല്ല, അവരെ ഉപദ്രവിക്കലല്ല. അയൽവാസികളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അയൽവാസികളുടെ മഹത്വം നമുക്കറിയാഞ്ഞിട്ടാ. അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചം പോകുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ. നിബിധങ്ങൾ സഹാബത്തിനോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇറച്ചിക്കറി വെക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളം കൂട്ടി വെക്കണം, ഒരൽപ്പം ചാറ് നിങ്ങൾ കൂട്ടി വെക്കണം, നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ പരിഗണിക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ദ്രോഹിക്കുന്നതിൽ ഒരിക്കലും അവർ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന 40 വീട്ടുകാർ നമ്മൾ അയൽവാസികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ കാണാം, ഒരാൾ മരിച്ചുപോയി, മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ആ മരിച്ച മനുഷ്യന്റെ അയൽവാസികളായ 4 പേര് നല്ലത് പറഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന്. ആ വീടിൻ്റെ അയൽവാസികളായ 4 വീട്ടുകാർ ആ മരിച്ചുപോയ മനുഷ്യൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് നബിതങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അബൂ ഹുറൈറ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? വഅഹബ്ബ ലിന്നാസി മാ തുഹിബ്ബു. നബിതങ്ങൾ പറയുന്നു, നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുമ്പോഴാണ് നീ ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹോദര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം. ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും, നമ്മളെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട സമയം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ എത്രയോ പാവങ്ങളുണ്ട്. നാം അവരെ മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിതങ്ങളുടെ സഹാബത്തിൻ്റെ മുഅ്തത്ത് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ വായിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന സഹാബി വെള്ളം എന്ന് ചോദിക്കുകയാ. ആ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന സമയത്തും ആ മനുഷ്യൻ പറഞ്ഞത്, അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ സഹോദരന് കൊടുക്ക്. അങ്ങനെ ഓടി വെള്ളവുമായിട്ട് അവിടെ ചെന്നു. ആ സ്വഹാബിക്ക് ഒഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ആള് മരണത്തിന്റെ വേളയിൽ വിളിക്കുന്നു, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. ആ വെള്ളവുമായിട്ട് അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 പേർക്കും ആ വെള്ളം കുടിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ മരണപ്പെട്ടു പോയി. ഇതായിരുന്നു സൗഹാർദ്ദങ്ങൾ. ആ ഒരു സമുദായത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. പക്ഷേ നമുക്ക് ആ ബോധമില്ലാതെ പോകുന്നു. നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം, നമ്മുടെ കുടുംബത്തിൽ എത്രയോ പാവങ്ങൾ കഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്നു. അവരെ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാൻ കഴിയുന്ന വഴിയാണ് കാരുണ്യ പ്രവർത്തനം. അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം. അവനാണ് മുസ്ലിം എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാമതായിട്ട് നബിതങ്ങൾ പഠിപ്പിക്കുന്നു, അധികമായിട്ട് നീ ചിരിക്കാൻ പാടില്ല. ചിരിക്കാന്ന് പറഞ്ഞാൽ ചിരിയെ നിരോധിക്കുന്ന മതമൊന്നുമല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ. ചിരിക്കണം. പുഞ്ചിരിക്കുന്നത് പോലും സദക്കയാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ. ഏതൊരു മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ സദക്കയുടെ കൂലിയുണ്ട്. അപ്പൊ ചിരിക്കാൻ പാടില്ല എന്നല്ല, അധികമായിട്ട് ചിരിക്കാൻ പാടില്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറഞ്ഞു, അധികമായിട്ട് ചിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഹൃദയം മരിച്ചു പോകും. അമിതമായുള്ള ചിരി, ആ ഒരു സന്തോഷം എല്ലാം മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിബിധങ്ങൾ പറഞ്ഞത് നിങ്ങൾ അധികമായിട്ട് കരയുക, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുക എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാനിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഹറാമുകളെ സൂക്ഷിക്കുക. രണ്ടാമതായിട്ട് അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുക, അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ ചെയ്. മൂന്നാമതായിട്ട് നിൻ്റെ അയൽവാസികളോട് നീ മാന്യമായ രീതിയിൽ പെരുമാറ്, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. 4, നിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന പാവങ്ങളെ നീ മറന്നു പോകരുത്. 5, അധികമായി നീ എന്ത് ചെയ്യുക, നിന്റെ പരലോകവും മരണവും ഖബറും മുന്നോട്ടുള്ള ജീവിതങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുകയും അധികമായിട്ട് കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ച അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം ഇത് കാണുന്നുണ്ടോ, ആരെല്ലാം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ, അള്ളാഹുവേ അവർക്കെല്ലാവർക്കും നീ ദഅവത്തിൻ്റെ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം, മരിക്കുന്ന സമയം, ഈ ചെയ്ത നന്മകളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം എല്ലാവർക്കും പടച്ചവനെ, പ്രത്യേകിച്ച് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവെ അവർക്കും അവരുടെ കുടുംബത്തിനും നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ക്ലാസ് കേൾക്കുകയും ഇതിൽ പങ്കാളികളാവുകയും ഒരു ക്ലാസ് പോലും മുടങ്ങാതെ ഈ നന്മയിൽ നിങ്ങളും പങ്കാളികളാവുക. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: അൽബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും അൽഹംദുലില്ലാ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അറിവ് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ ഏറ്റവും നല്ല ഒരു ഒന്നാമത്തെ ചോദ്യത്തിന് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ MK സിഗ്നേച്ചർ. നമുക്കറിയാം, കൊല്ലത്തറിയപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമാണ് അൽഹംദുലില്ലാ. സങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ഏറ്റവും നല്ല രണ്ടാമത്തെ ചോദ്യം അൽഹംദുലില്ലാ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര. അൽഹംദുലില്ലാ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തകർ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സാഹിബ് ദീനിനെ സ്നേഹിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസും അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ നല്ല ചോദ്യത്തിനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ പ്രകൃതി ഹോസ്പിറ്റൽ. അൽഹംദുലില്ലാ ഷഫീഖ് ഡോക്ടർ, ഒരുപാട് സ്ഥാപനങ്ങളുള്ള അൽഹംദുലില്ലാ നല്ല ദീനിനെ സ്നേഹിക്കുന്ന, അത് ഇടപ്പള്ളിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഇടപ്പാളാണെങ്കിലും കരുനാഗപ്പള്ളിയിലാണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളുള്ള നല്ല നല്ല ഹോസ്പിറ്റലിലുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സഹോദരനാണ് ഷഫീഖ് സാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി അവരുടെ ഹോസ്പിറ്റൽ വരുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണ ഷിഫാ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് MK ഫാബ്രിക്സിന്റെ പ്രവർത്തകരായ സഹോദരങ്ങൾ, 3 കൂടപ്പുറപ്പുകൾ, അൽഹംദുലില്ലാ അവർ 3 പേരും എൻ്റെ പ്രിയപ്പെട്ടവരെ ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബും കൂടപ്പുറപ്പുകൾ. അൽഹംദുലില്ലാ എല്ലാവർക്കും മാതൃകയായി. സാധാരണ എല്ലാവർക്കും അള്ളാഹു സമ്പത്തും പലതും കൊടുക്കുമ്പോൾ ബന്ധങ്ങൾ മറന്നുപോകും. ആ കാലഘട്ടത്തിൽ ആ 3 കൂടപ്പുറപ്പുകൾ വളരെ സ്നേഹത്തോടു കൂടി അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് മരിക്കുവാൻ അള്ളാഹു അവർക്കും നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നട
ഫാബ്രിക്സ്, റംസാൻ മൊഴിമുത്തുകൾ. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ വെഡിങ്, മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.